ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ യാതൊരുവിധ അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ, നമുക്ക് യാതൊരുവിധ ശങ്കയും ഉണ്ടാവേണ്ടതില്ലാത്ത വിധത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തിൽക ഇബാദത്തുഹും ഇയ്യാഹും, നമസ്കാരവും ആരാധനയും മാത്രമല്ല, പണ്ഡിത പുരോഹിതന്മാർക്ക് നിയമം നിർമ്മിക്കുവാനുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയും അവരുടെ നിയമനിർമ്മാണങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നത് തിൽക ഇബാദത്തുഹും ഇയ്യാഹും, അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹ് അദീ ഇബ്നു ഹത്തീം എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിരുന്ന ആൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഖുർആനിൽ കൂടുതൽ തെളിവുകൾ പരതേണ്ട കാര്യമില്ല സഹോദരന്മാരെ. ഇസ്ലാമിലെ റബ്ബും ഇലാഹും നിയമം നിർമ്മിക്കുവാൻ അധികാരമുള്ള ശക്തിയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണത്തിന്റെ സ്രോതസ് ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് രാഷ്ട്രീയം എന്താണ് എന്നത്. നിയമമുണ്ടാക്കാനുള്ള, ഈ രാജ്യത്തിന്റെ നിയമമുണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? ഇസ്ലാം പറയുന്നു അത് മനുഷ്യർക്കല്ല, ജനങ്ങൾക്കല്ല, പാർലമെന്റുകൾക്കല്ല, പടച്ചതമ്പുരാന് മാത്രമാണ്. ഇത് ഒരു പുതിയ കാര്യമല്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ബ്രിട്ടനിൽ വ്യഭിചാരം, ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയുള്ള വ്യഭിചാരം അനുവദനീയമാണ്. പാർലമെന്റിലെ 100 ആളുകളിൽ 51 ആളുകൾ കൈപൊക്കിയപ്പോ ഉഭയകക്ഷി സമ്മതത്തോടുകൂടിയുള്ള വ്യഭിചാരം അനുവദനീയമായി. ഇത് നമ്മുടെ രാജ്യത്തും എവിടെയും സംഭവിക്കാം. ഇസ്ലാം പറയുന്നു അങ്ങനെ കൈപൊക്കി തീരുമാനിക്കേണ്ടതല്ല വ്യഭിചരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള നിയമം. അത് അള്ളാഹുവാണ് പറയേണ്ടത്. അത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. കട്ടവനെ വെറുതെ വിടുന്നു. ഇസ്ലാം പറയുന്നു അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതല്ല, അത് അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിയമം നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ അന്തസത്ത. ഇത് അള്ളാഹുവിന് അംഗീകരിച്ചു കൊടുക്കേണ്ടത് തൗഹീദാണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ ഒരൊറ്റ പ്രാമാണികനായ പണ്ഡിതനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സുഹൃത്തുക്കളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നത് ഇമാം മൗദൂദിയോ ഹസനുൽ ബന്നയോ അല്ല, സലഫി പണ്ഡിതന്മാരാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്ന നിലപാട് സ്വീകരിച്ചത് സലഫിസത്തിന്റെ ആചാര്യനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയായിരുന്നു. ولا ريب أن من لم يعتقد وجوب الحكم بما أنزل الله على رسوله فهو كافر. അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് ഭരിക്കേണ്ടതില്ല, വിധിക്കേണ്ടതില്ല എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് എന്റെ പാർട്ടി, ഞാൻ വോട്ട് ചെയ്യുന്ന പാർട്ടി തീരുമാനിച്ചു കൊള്ളട്ടെ, എന്റെ പാർലമെന്റ് തീരുമാനിച്ചു കൊള്ളട്ടെ, അതിൽ അല്ലാഹു റസൂലും ഇടപെടണ്ട എന്നൊരാൾ വിശ്വസിച്ചാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ് എന്ന് പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ്. ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിന് ശേഷം സലഫിസം, അസ്സലഫിയ എന്ന് പറയുന്ന ഈ സാങ്കേതിക സംജ്ഞയുടെ ഉപജ്ഞാതാവ് ആയിട്ട് അറിയപ്പെടുന്നത് ഇമാം മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന മഹാനാണ്. ഇമാം മുഹമ്മദ് അബ്ദുവും റഷീദ് റദയും ചേർന്ന് തയ്യാറാക്കിയ തഫ്സീറുൽ മനാറിൽ നമുക്ക് വായിക്കാൻ കഴിയും, വശ്ശിർക്കു നൗആനി, ശിർക്ക് 2 വിധത്തിലുണ്ട്. ഒന്നാമത്തേത് ആരാധനയിലെ ശിർക്കാണ്. പക്ഷേ ശിർക്ക് ആരാധനയിൽ പരിമിതമല്ല. വസാനിഹുമാ, രണ്ടാമത്തെ ശിർക്ക് അവർ പറയുന്നു അൻ തറാലി ബഅദിൽ മഖ്ലൂഖാത്തി ഹഖ്ഖത്ത് തശ്രീഅ്, ചില സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക് നിയമമുണ്ടാക്കാൻ അധികാരമുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ നീ ശിർക്ക് ചെയ്തു. വളരെ വ്യക്തമായി സലഫിസത്തിന്റെ ആചാര്യനായ ഇമാം മുഹമ്മദ് അബ്ദു എഴുതി വെച്ചിരിക്കുന്നു, ജനങ്ങൾക്ക് നിയമമുണ്ടാക്കാൻ അധികാരമുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ നീ ശിർക്ക് ചെയ്തു. ഈ കാര്യം തന്നെ ഏറ്റവും അടുത്ത കാലത്ത് മരിച്ചുപോയ സലഫിസത്തിന്റെ ആചാര്യൻ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്. ഇത് സലഫി പണ്ഡിതനായിരുന്ന അദ്വാഉൽ ബയാന്റെ കർത്താവ് ഷൻഖീത്തി എഴുതിയിട്ടുണ്ട്. ഇത് ഇമാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായിരുന്ന ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പലയിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. അഫഹുക്കുമൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, താർത്താരികൾ ഇതുപോലെ ചെങ്കിസ് ഖാൻ പണ്ട് ഇതുപോലെ ഒരു പണി ചെയ്തിരുന്നു. മുസ്ലിമായി ഇബാദത്ത്, ആരാധന, നിസ്കാരമൊക്കെ സ്വീകരിക്കാം, നിയമം എന്റെ യാസിക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. പലതിൽ നിന്നും കുറെ നിയമം എടുത്തിട്ട് അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കി, യാസിക്ക്. അന്ന് ജീവിച്ചിരുന്ന ഇമാം ഇബ്നു കസീർ അദ്ദേഹം നേരിട്ട ഒരു പ്രശ്നമായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ ഫത്വ, ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം സ്വീകരിച്ചാൽ അവൻ കാഫിറാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായിരുന്ന ഇമാം ഇബ്നു കസീറിന്റെ ഫത്വ ഇങ്ങനെയായിരുന്നു. ഇബ്നു കസീർ തഫ്സീറിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല.
ജീവിച്ചിരിപ്പുള്ള സലഫി പണ്ഡിതരിൽ അഗ്രഗണ്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് വളരെ വ്യക്തമായി എഴുതി, അശ്ശിർക്കു ഫിൽ ഇബാദത്തി അശ്ശിർക്കു ഫിൽ ഹുക്മി കശ്ശിർക്ക് ഫിൽ ഇബാദ. ആരാധനയിലെ ശിർക്ക് പോലെ തന്നെയാണ് ഭരണത്തിലെ ശിർക്കും. ആരാധനയിലെ ശിർക്ക് പോലെ തന്നെയാണ് ഭരണത്തിലെ ശിർക്കും. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു, രാഷ്ട്രീയമില്ലാത്ത ഒരു ഇസ്ലാമില്ല. അള്ളാഹു എന്ന് പറയുന്നത് സിട്ടാവ് മാത്രമല്ല, ഭരണാധികാരി കൂടിയാണ്. അള്ളാഹു അന്നദാതാവ് മാത്രമല്ല, നിയമദാതാവ് കൂടിയാണ്. ഇത് മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചേ പറ്റൂ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സകല രാഷ്ട്രീയ ഏടാകൂടങ്ങളിലും കൂടാരങ്ങളിലും ചെന്ന് ചേരാൻ വേണ്ടി ഭൗതികമായ ഉദ്ദേശങ്ങളോടുകൂടി ഇസ്ലാമിന്റെ ഈ രാഷ്ട്രീയ അംശത്തെ മാറ്റിവെക്കുകയും ആരാധനയിലെ ശിർക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിയമനിർമ്മാതാവിന്റെ അധികാരങ്ങളെ നിഷേധിക്കുകയും അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് പറഞ്ഞതുപോലെ ഭരണത്തിലെ ശിർക്കിനെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് ആത്മാർത്ഥതയുള്ള ഒരു മുസ്ലിമിന് ചേർന്നതല്ല. അവന്റെ അഖീദയിലാണ് ഈ ഇതുപോലുള്ള വികലധാരണകൾ വഴി, വിഡ്ഢിത്തങ്ങൾ വഴി വെള്ളം ചേർക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത്, ഇസ്ലാമിക സമൂഹം എന്ന തലക്കെട്ടിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവസാനിപ്പിക്കണം എന്ന് പറയുന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതുകൂടി പറയാനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്.